ശിഖരങ്ങൾ മന്ത്രനിലാമാളികകൾ എല്ലാം നാം നേടിയെടുക്കും. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, ഭേരി പടകങ്ങൾ എങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമം സ്നേഹം തുളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, ഭേരി പടകങ്ങൾ എങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമം സ്നേഹം തുളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. സംഗീതം സാന്ദ്രമായി സായാഹ്നം സാക്ഷിയായി പിറന്ന മണ്ണിൽ നിന്നുയർന്നു പൊങ്ങ ദീപയിലിൽ പന്തലിക്കും ആൽമരമായി നാം ഉയരും. ഇരുളിന്റെ കൂടാരം നമ്മൾ തകർക്കും. അഗ്നിനാളമലയടിക്കും വൻകടലായി നാം പടരും. പുതിയൊരു നീതിക്കായി നമ്മൾ പൊരുതും. മണിഗോപുര ശിഖരങ്ങൾ മന്ത്രനിലാമാളികകൾ എല്ലാം നാം നേടിയെടുക്കും. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, ഭേരി പടകങ്ങൾ എങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമം സ്നേഹം തുളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, ഭേരി പടകങ്ങൾ എങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമം സ്നേഹം തുളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. സംഗീതം സാന്ദ്രമായി സായാഹ്നം സാക്ഷിയായി പിറന്ന മണ്ണിൽ നിന്നുയർന്നു പൊങ്ങ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് CS വിനോദ് കുമാർ, സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ജിനേഷ് സുധാകൃഷ്ണൻ, സംഘടനയുടെ സംസ്ഥാന ട്രഷറർ ഗിരീഷ് കുമാർ, കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള മുഴുവൻ സമയ പ്രാതിനിധ്യമായ സംഘടനയുടെ പ്രതിനിധികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മാധ്യമ സുഹൃത്തുക്കളെ, ലൈസൻസ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസർ ഫെഡറേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ കാസർഗോഡ് ജില്ലയുടെ 14ാം ജില്ലാ സമ്മേളനമാണ് ഇവിടെ വെച്ച് നടത്തപ്പെടുന്നത്. ജനുവരി മാസം അവസാന വാരം സംഘടനയുടെ 14ാം സംസ്ഥാന സമ്മേളനം കാഞ്ഞങ്ങാട് വെച്ച് നടത്താൻ പോവുകയാണ്. നമുക്കറിയാം, ഈ സംഘടനയുടെ 27 വർഷത്തെ പ്രയാണത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സമ്മേളനം കാസർഗോഡ് നടത്തപ്പെടുന്നത്. 2014-15 കാലഘട്ടങ്ങളിൽ സംഘടനയുടെ സംസ്ഥാന കൺവെൻഷൻ നമ്മൾ കാസർഗോഡ് ജില്ലയെ ഏറ്റെടുത്ത് നടത്തുക. നമുക്കറിയാം, ഏറ്റവും ബഹുമാന്യനും ആദരണീയനുമായ സംസ്ഥാന പ്രസിഡന്റ് CS വിനോദ് കുമാർ 6 വർഷക്കാലം ഈ സംഘടനയെ ഏത് രീതിയിൽ നയിച്ചു, എങ്ങോട്ട് നടത്തി എന്ന് നമുക്ക് എല്ലാവർക്കും പറയാം. അതിൽ കാസർഗോഡ് ജില്ലയിൽ നിന്ന് നമ്മുടെ ഒരു സഹോദരൻ ഈ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തെത്തി തന്നെ കാസർഗോഡ് ജില്ലയിലെ നെറ്റ്വർക്കിന്റെ ഓരോ അംഗങ്ങളെ സംബന്ധിച്ച് വളരെ അഭിമാനമായ കാര്യം തന്നെയാണ്. സംവാദങ്ങളിലൂടെ നെറ്റ്വർക്ക് പ്രസ്ഥാനത്തിന് വേണ്ടി നിരവധിയായ കാര്യങ്ങളാണ് നേടിയെടുത്തിട്ടുള്ളത്. നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കെട്ടിടം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ കാര്യം കേരള സർക്കാർ നേടിയെടുത്തു. ആ നേടിയെടുക്കുന്നതിന് വേണ്ടി നിരന്തരമായ ചർച്ചകൾ LST ചീഫ് ടൗൺ പ്ലാനറും ഗവൺമെന്റ് സെക്രട്ടറിമാരും തദ്ദേശ സ്വയംഭരണ മന്ത്രി ഉൾപ്പെടെയുള്ള മീറ്റിംഗുകളിൽ സംഘടനയുടെ ശബ്ദം ഉയർത്തി സംസാരിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ലേഖ്യ സംസ്ഥാന പ്രസിഡന്റ് CS വിനോദ് കുമാർ. അദ്ദേഹത്തിന്റെയും സംഘടനയുടെ നിർദ്ദേശം അദ്ദേഹം അവിടെ പോരാടിക്കൊണ്ട് നമ്മൾക്ക് നേടിത്തന്നിരിക്കുകയാണ്. നമുക്കറിയാം, കേസ് മാറ്റ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ നല്ല ഉദ്ദേശത്തിൽ കൊണ്ട് നടപ്പാക്കിയത് ചില ഉദ്യോഗസ്ഥരെ അട്ടിമറിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനെയൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി നിരന്തരമായ പോരാട്ടമാണ് നടക്കുന്ന ഈ സമ്മേളനം. എല്ലാ പ്രതിനിധികളും ശക്തമായ രീതിയിലുള്ള സംഘടനാ വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ട് സംസാരിക്കുകയും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഈ കമ്മിറ്റികൾക്കൊണ്ട് മുമ്പിൽ വെച്ചുകൊണ്ട് അടുത്ത ഈ 2 വർഷത്തേക്ക് സംഘടനയെ ഏത് രീതിയിൽ കാസർഗോഡ് ജില്ല നയിക്കണം എന്നുള്ള പഞ്ചായത്ത് നിലക്കും പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലക്കും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അംഗീകാരം അടക്കം നേടിയെടുത്ത പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട JD ബാലകൃഷ്ണൻ അവർ,
അതുപോലെ ഏരിയയിലെയും യൂണിറ്റിലെയും നേതൃത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരികളെ, 2 വർഷം മുമ്പേ പുതിയ കമ്മിറ്റിയുടെ ഒരു യാത്ര തുടങ്ങുന്ന അവസരത്തിലാണ് കേരളത്തെ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി കെ-സ്മാർട്ട് എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം കേരള ഗവൺമെന്റ് അവതരിപ്പിച്ചത്. പെട്ടെന്ന് ആ ഒരു പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ഒട്ടും അന്തിച്ചു നിൽക്കാതെ തന്നെ നമ്മുടെ സേവനങ്ങൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രീതി അതേപോലെ പോകുന്നതിന് വേണ്ടി തന്നെ നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശവും അവരുടെ ഇടപെടലും കാരണം മുമ്പ് സംസ്ഥാനത്ത് 2 or 3 ട്രെയിനർ മാത്രം വെള്ളിങ്ങൂടിലും അതുപോലെ കെ-സ്മാർട്ട് സംഘടന പ്രത്യേകം നിയോഗിച്ച ആളുകളാണ്. ഓരോ ജില്ലാ അടിസ്ഥാനത്തിലുമായി ഏകദേശം കാസർഗോഡ് 25ഓളം ട്രെയിനർമാരുടെ സേവനം ഉണ്ടായി. വെറും 1 മാസത്തിനുള്ളിൽ തന്നെ കാസർഗോഡിലെ 10ഓളം കെ-സ്മാർട്ട് ട്രെയിനർമാർ കാസർഗോഡ് ജില്ലയിലെ 600ഓളം മെമ്പർമാരെ വളരെ നിഷ്പ്രയാസം ഈ മേഖലയിൽ സേവനം ചെയ്യാൻ വേണ്ടി പ്രാപ്തരാക്കി എന്ന് പറഞ്ഞത് ഒരു ചെറിയ കാര്യമല്ല. ഏറ്റവും നമ്മൾ സ്ട്രെയിൻ എടുക്കും എന്ന് തോന്നിച്ച നമുക്കറിയാം, ബേക്കൽ ഇന്റർനാഷണൽ ഫെസ്റ്റ് നടത്തിക്കൊണ്ട് ലോക ശ്രദ്ധ നേടുന്ന ഒരു ഫെസ്റ്റിനെ ചുക്കാൻ പിടിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട CH കുഞ്ഞിക്കോയ MLA. ഒരു MLAക്കും അവകാശപ്പെടാത്തത് തന്റെ സ്വന്തം മണ്ഡലത്തിൽ 5-6ഓളം 5-star ഹോട്ടലുകളുള്ള, ടൂറിസത്തിന് നിരവധിയായ പ്രോജക്റ്റുകൾ കൊണ്ടുവരുന്ന, കാസർഗോഡ് ഉദുമ നിയോജക മണ്ഡലത്തിലെ നിരവധിയായ റോഡുകൾക്കും പാലങ്ങൾക്കും ജനകീയ വിഷയങ്ങൾക്കും ഊന്നിക്കൊണ്ട് എന്നും നമുക്ക് തണലുമായിരിക്കുന്ന ബഹുമാനായ CH കുഞ്ഞുണ്ണിനെ 14ാം ലക്ഷ്യത്തിന്റെ ജില്ലാ സമ്മേളനത്തിന് സ്നേഹാദരവോടെ സ്വാഗതം ചെയ്തു. അപ്പോൾ ഞാൻ പ്രസംഗം നടത്തിയിട്ടുള്ള ഉദ്ദേശിക്കുന്നില്ല. ഞാൻ രാവിലെ പ്രസംഗിക്കുന്നില്ല, വരാൻ കഴിഞ്ഞില്ല. ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു നല്ല സംഘടനയാണ്. പക്ഷെ എല്ലാവരും കൂടി ഉണ്ടാക്കിയൊരു സംഘടനയാണ്. അത് രണ്ടാണ്. ഒരേ എഞ്ചിനീയറാണ്, സൂപ്പർവിഷനാണ്, നിർമ്മാണമാണ്. ആ രംഗത്തെ നല്ല വൈദ്യുതിയുള്ള ആളുകളുണ്ട്. ഭയങ്കരമായ ജോലിയാണ്. അത് 2000 കഴിയും. അതിന് ആ സംഘടനയുണ്ട്. ഒന്നിച്ചു നിൽക്കേണ്ടത് എന്തിനാണ് 2000 നമ്മൾ യോജിപ്പിച്ചു. അപ്പോൾ യോജിപ്പിക്കാൻ വലിയ ശ്രമം നടത്തിയിട്ടുണ്ട്. യോജിപ്പിച്ചുകൂടെ യോജിച്ചപ്പോൾ അവർ പറഞ്ഞില്ല. ഞാൻ എക്സ്പെർട്ടിന്റെ സമ്മേളനം പോകുന്നുണ്ട്. ഞാൻ എക്സ്പെർട്ടിന്റെ സമ്മേളനത്തിൽ കാര്യം പറയാൻ പോവുകയാണ്. നിങ്ങളുടെ സമ്മേളനത്തിൽ പറയാൻ പോവുകയാണ്. നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ യോജിപ്പിച്ചു. കാരണം ആരും നമ്മൾ പരസ്പരത്തിൽ വൈരാഗ്യമോ വിദ്വേഷമൊന്നുമില്ല. എല്ലാവരും അടുത്ത സുഹൃത്തുക്കളും ഒക്കെയാണ് ഈ പറഞ്ഞത്. എന്തെങ്കിലും കാരണത്താലല്ല, എന്തോ കാരണത്താൽ ഞാൻ ഗൾഫിൽ പോയ സമയത്ത് ഞാൻ ഉള്ളവരെ എനിക്ക് ആ 3 സമയമുണ്ടായിരുന്നു. 36 പ്രവേശിച്ചു. ഈ സ്ഥാനാർത്ഥിയായിട്ട് മടങ്ങി പോകുന്നതിനേക്കാൾ കൂടുതൽ പരിപാടികളുണ്ട്. ഈ പരിപാടികളെല്ലാം വ്യത്യസ്ത സംഘടനകൾ അവരുടെ സംഘടനകളുടെ പേരുകളിലോ പലതും മറ്റ് അനുഭവിക്കുന്നത്. ഞാൻ ഇന്റർനാഷണൽ സ്കൂളിൽ എൻ്റെ കൂടെ പഠിച്ച ഒരു സംഘടനയായിട്ട് കൂട്ടാം, അതിൻ്റെ കൂട്ടാം. അവർ തന്നെ മറ്റ് സംഘടനകൾ വളരെ പ്രധാന സംഘടനയെ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്നവർക്കൊക്കെ പരസ്പരം വ്യത്യസ്തമായ സംഘടനകളുടെ പേരുകളിലേക്കാണ്. ഒരു തവണ എനിക്ക് 20 രൂപയുടെ സംഘടന അത് ബ്രിട്ടൻ UK-യിലാണ്. മലയാളികൾക്ക് 20% ആവശ്യമില്ല. അങ്ങനെ ഒരു നിലയിലേക്ക് എന്തിന് നമ്മൾ നമുക്കൊരു അവസരം വന്നാൽ യോജിപ്പിക്കുന്ന മേഖലയിലേക്ക് നിങ്ങൾ പോകുന്ന അവർ പറഞ്ഞത് ഇന്ന് അവരുടെ സ്വകാര്യ സമിതി അവരുടെ പേരുണ്ടായിരുന്നു. സംസ്ഥാന സമ്മേളനം ഞങ്ങൾ കാസർഗോഡ് നടത്തുന്നു. ഇപ്പൊ ഞാൻ നേരിട്ട് കയറുമ്പോൾ ഇതിന്റെ ജില്ലാ പ്രസിഡന്റ് നിങ്ങളുടെ സംസ്ഥാന സമ്മേളനം. അപ്പൊ നിങ്ങൾ സംസ്ഥാന സമ്മേളനത്തിൽ പരസ്പരം മത്സരിക്കണം. പക്ഷേ കാര്യം ആരംഭിച്ച് ഒരു സംസ്ഥാന സമ്മേളനം, കാസർഗോഡ് ഒരു സംസ്ഥാന സമ്മേളനം, രണ്ടും ഒരേ സെക്രട്ടറി ഒരേ പക്ഷികളാണ്. അതുകൊണ്ട് 2000 കുഴപ്പമില്ല, ആവശ്യമില്ല. ഭാവിയാണ് വിഷയമാണ്. നിങ്ങൾ ബെസ്റ്റ് സംഘടനയാണ്.
നല്ല കപ്പാസിറ്റി ഉള്ള നല്ല ധാരണയുള്ള ലീഡേഴ്സുണ്ട്, അതിനനുസരിച്ചുള്ള അംഗങ്ങളുണ്ട്. പൊതുവെ നല്ല സാമ്പത്തിക ശേഷികളുള്ളതാണ്. നിങ്ങൾ മുഖങ്ങളറിയാം, നല്ല സാമ്പത്തിക ശേഷിയുള്ളവരല്ല, നല്ല സാമ്പത്തിക ശേഷിയുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തം കാര്യം നിൽക്കാതെ വേണമെങ്കിൽ സംഘടന ഉപകാരമാണ്. നല്ല സംസ്ഥാന സമ്മേളനം നാശം നോക്കാവുന്നതിന് ഞങ്ങൾക്ക് പോലും സംസ്ഥാന സമ്മേളനത്തിലുള്ള ഭയപ്പെടും. ചില സംസ്ഥാന സമ്മേളനം പഠിക്കുന്നത് അപ്പോൾ ഒരു പോലും പക്ഷെ നിങ്ങൾക്കൊരു പണിയില്ല. കാരണം ഇന്റർനാഷണൽ സമ്മേളനം ഇപ്പോൾ നേതാക്കന്മാർ അതിനുള്ള ധൈര്യത്തിന്റെയും ആ ധൈര്യം അത് വരണമെങ്കിൽ അല്ല ധൈര്യത്തിന് പിന്നിലെ ഒരു ശക്തി ധൈര്യത്തിന്റെ പിന്നിൽ ശക്തി ഭയങ്കര ധൈര്യമുണ്ടെന്ന് കാര്യമില്ല. ധൈര്യത്തിന്റെ പിന്നിൽ ശക്തി സാമ്പത്തികം തന്നെയാണ്. അപ്പൊ സാമ്പത്തികമായി ഉള്ളവരുടെ ധൈര്യം ഇല്ലാത്തവർക്ക് അത് അതുകൊണ്ടാണ്. അപ്പോൾ അത് ഞാൻ ആവശ്യപ്പെടുന്നില്ല. നിങ്ങൾ പൊതുജന ചെയ്യുന്നത് ജനസേവനം ചെയ്യുന്നത് ജീവകാരുടെ പ്രവർത്തനം നമ്മൾ വളരെ മുമ്പിൽ നിൽക്കുന്നതിനേക്കാൾ ഞാൻ ഒരു കാര്യം ശക്തി ഏതാണ്ട് പ്രാധാന്യമുള്ളതുകൊണ്ട് നിങ്ങൾ ധൈര്യം എടുത്തു. അപ്പോൾ ഞങ്ങൾ നിങ്ങളോട് സഹായം കൊടുക്കുന്നില്ല. ഉടനെ രാജ്യം അധികം അറിയപ്പെടുന്ന എക്സ്പെർട്ടിന്റെ കമ്പനിക്കാരെ വിളിച്ചു ആവശ്യമായ സഹായം അവതരിപ്പിച്ചു. അതിന്റെ കാപ്പുണ്ടാക്കി കഴിഞ്ഞു. പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എക്സ്പെർട്ടുകളാണ്. അതും മുഴക്കം മുഴുവൻ ഭാഗങ്ങളുടെ എക്സ്പെർട്ട് നോക്കുന്ന അവരെക്കാലൊക്കെ നോക്കുന്നത് അവർ അത് നന്നായി സർവീച്ചു. അതുകൊണ്ട് ഒരു വളരെ പാവപ്പെട്ട ദുർബലരായ ഒരു ചോർന്നൊലിക്കുന്ന വീട്ടിൽ താമസിക്കുന്ന മകൾക്കും മകൾക്കും ഒരു 600 സ്ക്വയർ ഫീറ്റിൽ ലൈഫിലെ വകയില്ല കുറച്ച് മനോഹരമായിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടി നിർമ്മിച്ച് കൊടുത്തപ്പോൾ അവർക്ക് അതിൻ്റെ നാട്ടുകാരൻ കഴിഞ്ഞ ദിവസം ഉപയോഗിച്ചപ്പോൾ അവരും സന്തോഷിക്കുന്നു. അല്ലാതെ സന്തോഷം ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീടിൻ്റെ 100 മീറ്റർ അപ്പുറമാണ് ഞാൻ ജനിച്ചു വളർന്ന വീടിൻ്റെ അത്രയും പാവങ്ങളാണ് താമസിക്കുന്നത്. വളരെ ദുർബലരാണ്. ഒന്നുമില്ലാത്ത ഒരു സാമ്പത്തിക വരുമാനം ശേഷിയോ കൃഷിയോ ഒന്നുമില്ലാത്ത പാവപ്പെട്ട താമസിക്കുന്നവരാണ് ഒരു വിഭാഗമാണ് വേണ്ടത്. അവർ പോയവർക്കറിയാം അത്രയും വിഭാഗം നിൽക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ കിട്ടിയപ്പോൾ അവർക്ക് വലിയ നിരീക്ഷണ വീടിന്റെ പ്രധാന സദൃശമായ കെട്ടിടങ്ങൾ പണിയുമ്പോൾ നിങ്ങൾക്ക് നിസ്സാരമാവാം. പക്ഷേ അവർക്ക് നിരീക്ഷണം അതിന് നിങ്ങളുടെ ഭാഗത്ത് നല്ല ഒരു സഹായം ഉണ്ടാക്കിക്കൊണ്ടുണ്ട്. അതിന് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. തുടർന്ന് സംഘം ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഉദ്ദേശം ഞങ്ങൾ സഹായിക്കേണ്ടത് എന്റെ കാര്യം തരാനുണ്ട്. സംഘം ചെയ്യുമ്പോൾ എന്റെ കാര്യം നിർവഹിക്കുന്നു. കാരണം നമ്മൾ മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. 1ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന നമ്മൾ സാമൂഹ്യ ജീവിയാണ്. മനുഷ്യൻ ഒറ്റപ്പെട്ടല്ല ജീവിക്കുന്നത്. മനുഷ്യൻ കൂട്ടായിട്ടാണ് ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ മനുഷ്യൻ ആ കൂട്ടായ്മ എന്ന് പറയുന്നത് അത് മനുഷ്യന്റെ ഉത്തരവിലാണ്. ആ കൂട്ടായ്മ ശക്തമായി ചെയ്യാൻ കഴിയും. അതുകൊണ്ട് മനുഷ്യൻ കൂട്ടായ്മകളിലേക്ക് അതുകൊണ്ട് നമുക്ക് നമ്മുടെ സംഘടനാപരമായി ചെയ്യുന്ന സംഘം ചേരാനുള്ള അവസരങ്ങളില്ല. ജീവകാരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ വിനിയോഗിക്കണം. അക്കാര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ മാതൃകാപരമായ ഒന്നും ഉണ്ടാകണം എന്ന് മാത്രം പറയുന്നത് ഈ അതിനെ മുക്കാനായി നിങ്ങളുടെ വിശപ്പ് എൻ്റെ വിശപ്പ് നമ്മൾ വളരെ പഠിച്ചു. ഞാൻ ഭക്ഷണം കഴിക്കാൻ സമ്മതിച്ചുകൊണ്ട് എനിക്ക് നല്ലോണം വിശപ്പ് സർക്കാരുകൊണ്ട് ഞാൻ മുന്നോട്ട് ചെയ്യുന്നില്ല. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനത്തിൻ്റെ വിഷയം ഞാൻ പറഞ്ഞു. പറഞ്ഞ ഒരു കാര്യമാണ് നമ്മുടെ ടേക്ക് ബ്രേക്ക്. ടേക്ക് ബ്രേക്ക് ഒരു ആർക്കിടെക്റ്റിന്റെ തലയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു കാര്യമാണ്. അദ്ദേഹം കഴിഞ്ഞ ആർക്കിടെക്ടർമാരുടെ സമ്മേളനത്തിൽ ബാബേൽ വെച്ച് താജിൽ വെച്ച് ഞങ്ങൾ പരിചയപ്പെട്ടുണ്ടായി. കോഴിക്കോട് സ്വദേശിയാണ്, തിരുവനന്തപുരം സ്വദേശിയാണ്. അദ്ദേഹം ആർക്കിടെക്ടറിന്റെ ദേശീയ പ്രസിഡന്റായിരുന്നു. പേര് ഓർമ്മയില്ല. നമുക്ക് ജനങ്ങളെതിരെ കാണുന്നത് അതിനാണ് നമ്മൾ ഏറ്റവും നന്നായി ഈ നല്ല രീതിയിലുള്ള ബോധവൽക്കരണം കൊടുക്കുന്നത്. പക്ഷെ ആ ബോധവൽക്കരണത്തിലും ടേക്ക് ബ്രേക്കിനെ കുറിച്ചുള്ള ഒരു പരാതി എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് ടോയ്ലറ്റാണ്, മറ്റേ ഭാഗത്ത് പിന്നെ ചായയും അതേപോലെ തന്നെ പ്രശ്നമുള്ള ഒരു സൗകര്യമാണ്. പക്ഷേ നമ്മുടെ ടോയ്ലറ്റ് അപ്പുറത്തുള്ളത് കൊണ്ട് ഇപ്പോഴത്തെ കാര്യം ചായ കുടിക്കാൻ വരുന്നില്ല എന്നതാണ്. നമ്മുടെ വൃത്തിബോധം ഭയങ്കരമാണ്. ആ വൃത്തിബോധം പറയുന്നതും കാണിക്കുന്നതും മാത്രമാണ്. പക്ഷെ പ്രാവർത്തികമാക്കാൻ നമ്മൾ കുറച്ച് പുറകിലുമാണ്. പൊതുസ്ഥലങ്ങളിൽ മറ്റും മാത്രമാണ് നമ്മൾ എത്രത്തോളം അത് പ്രാവർത്തികമാക്കുന്നുണ്ട് എന്ന് നോക്കുമ്പോൾ നമുക്ക് എല്ലാവരും 100% ചെയ്യുന്നത് എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. പക്ഷെ ആ കർമ്മയിലേക്കാണ് നമ്മുടെ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അദ്ദേഹം ചിന്തിച്ചത്ര
വായിച്ചൊരു കാര്യമുണ്ട്. ഡൽഹിയിൽ 2 ദിവസം അദ്ദേഹം താമസിച്ചപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര പിന്നെ ചുമയും അസ്വസ്ഥതയൊക്കെ തന്നെ ആയിരുന്നു, ശ്രദ്ധിക്കാൻ ശുദ്ധമായില്ല എന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഡൽഹിയിൽ പോയ എല്ലാവർക്കും അറിയാം, വളരെയധികം മോശമായ അന്തരീക്ഷ മലിനീകരണം കൂടി വരികയാണ്. അതിന് നമ്മളും ഒരു പരിധിവരെ കാരണക്കാരാണ്. എന്തുകൊണ്ട് നമുക്ക് കാർബൺ ന്യൂട്രലായി ചിന്തിച്ചുകൂടാ? നമുക്ക് സിമെന്റും അല്ലെങ്കിൽ അത്തരത്തിലുള്ള മെറ്റീരിയൽസ് കുറച്ചുകൊണ്ട് പ്രീഫാബ്രിക് സാങ്കേതികവിദ്യയിലേക്ക് പോകണം. അതിനുള്ള സ്റ്റാർട്ടപ്പുകൾ തുടങ്ങണം. അതായത് ആ പാനൽ ഉണ്ടാക്കുന്ന സ്റ്റാർട്ടപ്പുകൾ നമ്മൾക്ക് തുടങ്ങി നിങ്ങൾക്ക് എക്സ്പെർട്ടിനെ തുടങ്ങാൻ പറ്റുന്നതാണ്. ആ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുകയും അതിന്റെ ഭാഗമായി നമുക്ക് നിർമ്മാണം ആ മേഖലയിലേക്ക് വ്യാപിക്കുകയും ചെയ്താൽ നമുക്ക് കുറച്ച് സ്പീഡായിട്ട് നിർമ്മിതികൾ കൊണ്ടുവരാൻ വേണ്ടി കഴിയും. ഇപ്പൊ ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ വർഷം നിർമ്മിച്ച നമ്മൾ ആദ്യമായിട്ടാണ് ടോയ്ലറ്റ് ഒക്കെ തന്നെ സമയബദ്ധമായി നിൽക്കുന്നത്. ഒരു വർഷം കൊണ്ട് തന്നെ 1 വർഷത്തെ ടോയ്ലറ്റ് നിർത്താൻ വേണ്ടി കഴിയുന്നത് പ്രീഫാബ് മോഡലിൽ ചേർന്നതുകൊണ്ടാണ്. പക്ഷെ സ്കൂൾ ബിൽഡിംഗ് ഒന്നും തന്നെ ഇപ്പൊ നമുക്ക് അങ്ങനെ നിർമ്മിക്കാൻ വേണ്ടി കഴിയുന്നില്ല. സർക്കാർ ആ കാര്യം പരിശോധിക്കുന്നുണ്ട്. കാരണം നമുക്ക് ഈ നിർമ്മിതികളിലെ നമുക്ക് കാർബൺ ന്യൂട്രൽ എന്ന ഒരു രീതിയിലേക്ക് എടുക്കാനും അതേപോലെ തന്നെ വളരെ വേഗത്തിൽ കാര്യങ്ങൾ. കാരണം ഇപ്പോൾ നമ്മൾ പണ്ടത്തെ പോലെയല്ല, വീടുകളൊക്കെ തന്നെ 10-15 വർഷം കഴിയുമ്പോൾ നമ്മൾ അടുത്ത വീടുകൾ നിർമ്മിക്കേണ്ട കാര്യമില്ല. മറിച്ച് നമുക്കൊരു 10-15 വർഷത്തേക്കുള്ള ഇത് മതി. അപ്പൊ അതിന് നല്ല കൃത്യമായി അത് മെയിൻറ്റെയിൻ ചെയ്യാനും അങ്ങനെ പറ്റുന്ന രീതിയിൽ നമുക്ക് ആർക്കും ചെയ്യാനൊക്കെ തന്നെ പറ്റുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് പ്രീഫാബ്രിക് സാങ്കേതിക വിദ്യ. അത് നമ്മുടെ മലിനീകരണം കുറക്കാനും ഏറ്റവും നല്ല രീതിയിൽ അന്തരീക്ഷ മലിനീകരണം കുറക്കാനും അതേപോലെ തന്നെ നമ്മുടെ ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കാനും ഒക്കെ തന്നെ നമുക്ക് ചൂട് കുറക്കാനൊക്കെ തന്നെ കഴിയും എന്നതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഞാനിത് പറയാൻ കാരണം ഞാൻ തായ്ലൻഡിൽ നമ്മുടെ നമുക്ക് ഉപയോഗപ്രദമാകുന്നത് ഞാൻ അവതരിപ്പിച്ച പേപ്പർ നമ്മുടെ ലിറ്റി മേഡം തയ്യാറാക്കി തന്നൊരു പേപ്പറായിരുന്നു. അതിൽ നമ്മുടെ കൂടി ആശങ്ക ചേർന്നുകൊണ്ടാണ് ഞാൻ അവിടെ കൊണ്ടുവരുന്നത്. അപ്പൊ അവരൊക്കെ തന്നെ നമ്മൾ ആ തരത്തിലേക്ക് നിർമ്മിതികളിലേക്ക് പോയില്ല. പക്ഷെ അവിടെയൊക്കെ തന്നെയുള്ള ആ ഒരു പ്രധാനപ്പെട്ട നിർമ്മിതി എന്ന് പറയുന്നത് കാലാവസ്ഥ വ്യതിയാനത്തെ ചെറുക്കാനും അതേപോലെ തന്നെ നമ്മുടെ അപ്പോൾ നമ്മൾ വീട് വെക്കുമ്പോൾ അതിന് ചുറ്റും ഒരു 10 മരങ്ങളെങ്കിലും വെക്കാനുള്ള സൗകര്യം കൂടി കൊടുക്കണം. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് അവിടെയുള്ള മരങ്ങൾ മുറിച്ചു നല്ലതാണ്. ആ മരം മുറിക്കാതെ എങ്ങനെ നമുക്ക് വീട് കെട്ടാൻ പ്ലാൻ ഉണ്ടാക്കാൻ കഴിയും. അതോടൊപ്പം മരങ്ങൾ പുതിയതായി വെച്ച് പിടിപ്പിക്കാനുള്ള ഒരു പ്ലാനും കൂടെ അതിന്റെ കൂടെ കൊടുത്താൽ അത് കൃത്യമായി വെച്ച് പിടിപ്പിക്കും. ഈ തരത്തിലേക്ക് നമുക്ക് പല പ്ലാനുകളും കൊണ്ടെത്താൻ വേണ്ടി കഴിയും. മറ്റൊന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അതിന്റെ സൈഡിലൊക്കെ തന്നെയുള്ള ബിൽഡിങ്ങുകൾ മാറ്റുമ്പോൾ നിങ്ങളെ കൂടി ഒരു സഹായത്തിന്റെ ഭാഗമായി നമുക്ക് ഒരു യൂണീക്കായി നല്ല പുതിയ മോഡലിലേക്കുള്ള നിർമ്മിതികൾ നമുക്ക് എല്ലാം ആകർഷകമായ രീതിയിലേക്ക് ഹൈവേയിൽ കാണുമ്പോൾ അതുകൂടി നമുക്കൊരു പ്രപ്പോസൽ വെച്ചുകൊണ്ട് നമുക്ക് അതിന്റെ ഉടമകളുടെ ഒക്കെ തന്നെ യോഗം വെച്ച് ചേർത്ത് അങ്ങനെ ചെയ്യാൻ അന്തരീക്ഷം ഉണ്ടാക്കാനൊക്കെ തന്നെ കഴിയും. അതുകൂടി നമ്മൾ പരിഗണിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഏറ്റവും നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം മാലിന്യ മുക്തം എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ചുമതലയാണ്. നിങ്ങൾ കെട്ടിടം ചെയ്ത് മുന്നോട്ട് വരിക. പലതും ജില്ലകളിൽ നിന്ന് കിട്ടി സംസ്ഥാനത്തേക്ക് എത്തിക്കാൻ സാധിക്കുന്ന രീതിയിലേക്കുള്ള പല ട്രാൻസാക്ഷനുകളും നമുക്ക് നടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതൊരു റിപ്പോർട്ടിന്റെ കാര്യമായാൽ കാസർഗോഡ് ജില്ലയിൽ വളരെ മനോഹരമായി യൂണിറ്റ് സമ്മേളനങ്ങൾ നടക്കുമ്പോൾ നാളിതുവരെ ഇല്ലാത്ത രീതിയിലുള്ള യൂണിറ്റ് റിപ്പോർട്ടുകൾ അത് സംസ്ഥാനത്തിന് മാതൃകാപരമായ രീതിയിലേക്ക് കൊണ്ടുപോകാൻ ബീഡിക്കോട് യൂണിറ്റിനെ എടുത്തും അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. കാരണം വളരെ കൃത്യമാണ് ഒരു യൂണിറ്റിന്റെ ഒരു കാലത്ത് മുതലായിട്ടില്ല എന്ന് പറയാം, സംസ്ഥാനത്തെ ഉണ്ടായിട്ടില്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം 6 വർഷക്കാലം ഇതിന്റെ പ്രസിഡന്റും 2 വർഷക്കാലം ഇതിന്റെ സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന വ്യക്തി എന്ന നിലയിലും എനിക്ക് പറയാൻ സാധിക്കും ആ രീതിയിലുള്ള ഒരു റിപ്പോർട്ട് യൂണിറ്റ് തരത്തിലാണ്. അപ്പൊ ആ രീതിയിലുള്ളതിനെ സംസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ അത് മറ്റൊരു ജില്ലകളിലേക്ക് വ്യാപിക്കുക എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞു, ഓരോന്നും നമ്മൾ ഏറ്റവും താഴെ സെൻട്രലൈസ്ഡ് സംവിധാനമുള്ളൊരു നെറ്റ്വർക്ക് പ്രസ്ഥാനത്തെ അതിന്റെ താഴെ നിന്നുള്ള കാര്യങ്ങളെ നമുക്ക് സംശീകരിക്കാൻ കഴിയുന്നതാണ് സംഘടനാ പ്രവർത്തനം ജനകീയമാകുന്നത്. പലപ്പോഴും അതിനെ കാണുന്നത് അല്ലെ സംഘടനയിൽ നിന്ന് സംഘടനാ പ്രവർത്തനത്തെ കാണുമ്പോൾ നമ്മൾ താഴെ നിന്ന് വരണം. ഞാൻ കാസർഗോഡ് ജില്ലയിലെ സംഘടനാ പ്രവർത്തനത്തിന് 5-8 പേരുള്ള ഒരു സമയത്ത് അതിന്റെ യൂണിറ്റ്
മാനസികപരമായി നമ്മുടെ ഭാഗത്താണ് കൊടുക്കേണ്ടത്. ഇന്ന കാര്യങ്ങൾ കൊടുത്താൽ ഇന്ന രീതിയിലേക്ക് വരും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെട്ടു നിലവിലുള്ള കെട്ടിട നിർമ്മാണ ചട്ടം സമഗ്രമായ പരിഷ്കരണം ആവശ്യമാണെന്ന് ഗവൺമെന്റ് ആവശ്യപ്പെട്ടു. എന്നാൽ മാത്രമേ ഈ റൂളിന് കൃത്യമായി ഈ സോഫ്റ്റ്വെയറിന് വിധേയമാകണമെങ്കിൽ റൂള് ജനകീയമാകണം. 3 മീറ്റർ മതി എന്ന് പറഞ്ഞാൽ 3 മീറ്റർ മതി തന്നെയാണ്. 3.5 വേണ്ട എന്ന് ആ സിസ്റ്റം ചെയ്യണമെങ്കിൽ ആ സിസ്റ്റത്തിൽ കൃത്യമായ സോഫ്റ്റ്വെയറിൽ അത് റൂൾ എഞ്ചിൻ വർക്ക് ചെയ്യണമെങ്കിൽ കൃത്യമായും ആ 3 മീറ്റർ എന്നത് സ്പെസിഫൈ ചെയ്യപ്പെടണം. അവിടെ എനിക്കും നിങ്ങൾക്കും ഓരോ വ്യക്തിക്കും അത് 3 മീറ്റർ 3 മീറ്റർ. പക്ഷേ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ മാനുവലായി വ്യാഖ്യാനിക്കുമ്പോൾ 3 എന്നുള്ളത് 3.5 വേണം, 3.10 വേണം. ആ പിടിക്കുന്ന ലെവലുകൾ മാറിപ്പോരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മതി, പുതിയ ബില്ലിംഗ് ഏറ്റവും ശ്രദ്ധേയമായ 5 സെന്റിമീറ്റർ ഇന്ത് ഓഫ്സെറ്റ് വരെ നമുക്ക് ഒമിറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ആ പുതിയ ബില്ലിംഗ് ഓൺലൈനിൽ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അപ്പോ ആ അത്ര മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നോ മിനിമമാണ് നമ്മള് പറഞ്ഞിട്ടുള്ളത്. കൃത്യമായ നമുക്ക് ഒരു മെഷർമെന്റിന് മുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡാറ്റയുടെ ബേസിലെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്തിട്ടുള്ളത്. 60 സെന്റിമീറ്റർ വേണമെന്ന് നടപ്പാതെ മാത്രമേ വേണ്ടൂ. ബാക്കി എല്ലായിടത്തും നടക്കുന്നത് IBSന്റെ പ്രശ്നം അതായിരുന്നു. അതിന്റെ ബേസ് NBC ആയിരുന്നു. ഇപ്പൊ കേസ്മായിട്ട് ഇവിടെ വിഭാവനം ചെയ്തുകൊണ്ട് അത് പഞ്ചാബ് അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണ്. അവിടെ പോകുമ്പോൾ പ്രശ്നം എന്താണ്? റൂളാണ് പ്രശ്നം. ആ റൂള് NBC ആണ് പറയുന്നത്. അപ്പൊ ആ NBC കണക്കായിട്ട് മാറ്റപ്പെടുമ്പോൾ ഒട്ടനവധിയായ വ്യത്യാസങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പൊ കേരളത്തിൻ്റെതായ രീതിയിലുള്ള കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ ബേസ് ചെയ്തുകൊണ്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ വേണ്ടി മുൻകൈയെടുത്ത ഏക പ്രസ്ഥാന ലൈഫാണെന്ന് ഞാൻ അവസരത്തിനോട് പറയാൻ സാമൂഹ്യ ഭദ്രത നൽകുവാൻ നമ്മുടെ ക്ഷേമനിധിയുണ്ട്. 3 കാര്യങ്ങൾ ഊന്നിയിട്ടുള്ള ഒരു വലിയ പ്രവർത്തനം. ആ പ്രവർത്തനത്തിന്റെ ഭാഗമായിക്കൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യമേകാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, നമ്മുടെ വിട്ടുപിരിഞ്ഞവർക്ക്, അസുഖമായവർക്ക് ഒക്കെ സാധിച്ചു എന്നുള്ളത് ഈ കാലഘട്ടം. അതിന്റെ കണക്കുകളൊക്കെ തന്നെ ഇവിടെ സംസ്ഥാന ചെയർമാനൊക്കെ പറയുന്നതിലേക്ക് പോകുന്നില്ല. എനിക്കൊന്നേ നിങ്ങളോട് പറയാനുള്ളൂ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ സജീവമായ സംഘടനാ പ്രവർത്തനം നമ്മുടെ തൊഴിലിനെ സംരക്ഷിക്കുന്നതിൽ യാതൊരു സംശയമാണ്. കൃത്യമായ ക്ഷേമനിധി അടച്ചാൽ നമ്മുടെ കുടുംബത്തെയും സംരക്ഷിക്കപ്പെടും സംഘടന എന്ന് കൂടി ഞാൻ അവസരത്തിൽ പറയുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്കുകൾ, നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ അറിവുകളെയും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ നിങ്ങളും പറയും അവരും പറയും എന്നതിൽ യാതൊരു സംശയമാണ്. ആ രീതിയിലേക്കുള്ള സംഘടനാപരമായി, വിദ്യാഭ്യാസപരമായി, സാമൂഹ്യപരമായി, സാമ്പത്തികപരമായ ഉയർച്ച നമുക്ക് അനിവാര്യമാണ്. അതിലേക്ക് നമുക്ക് ഒന്നിച്ചു മുന്നേറാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഘടന എല്ലാവരുടെ ഭാഗങ്ങളും നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ സംഘടനയെ 1999 മുതൽ 2027 വരെ 14ഓളം പ്രസിഡന്റുമാർ ഈ അധ്യക്ഷ പദവി അലങ്കരിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ചാർട്ടർ പ്രസിഡന്റായ 1999-2000 വർഷം സംഘടനയെ നയിച്ച ബഹുമാനപ്പെട്ട എഞ്ചിനീയർ DR ഷേണായി അവരുടെ ഈ ആദരവേൽക്കാനായിട്ട് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന രീതിയിൽ സംഘടനാ പ്രവർത്തനത്തിന് പൂർണ്ണമായ പിന്തുണ നൽകി സംരക്ഷിച്ചു പോന്ന കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ പ്രവർത്തകരെയും സംസ്ഥാന സമിതിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഇനിയുള്ള കാലഘട്ടങ്ങളിലെല്ലാം സംസ്ഥാന സമിതിക്ക് നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും ആവശ്യമാണ്. നമ്മുടെ മുന്നിലുള്ള ഒത്തിരി അജണ്ടകൾ ഇനിയും പൂർത്തീകരണത്തിന്റെ ഘട്ടത്തിലാണ്. അത് സ്റ്റീൽ പാർക്ക് ആയിക്കോട്ടെ, നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ലെൻസ് സ്മാർട്ട് എന്ന ഇലക്ട്രോണിക് കോമേഴ്സ് പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, മറ്റ് പല പദ്ധതികളും പ്രത്യേകിച്ച് പ്രൊഫഷണലൈസേഷനുമായി ബന്ധപ്പെട്ട് വലിയൊരു ആശങ്കയിലാണ് ഈ മേഖലയിലെ സിവിൽ എഞ്ചിനീയറിംഗ് ഫെർട്ടിലിറ്റി പൂർണ്ണമായി. കാരണം ഈ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന IT വിഭവക്കാരെ പൂർണ്ണമായും കഴിയപ്പെടുന്ന ഒരവസ്ഥയെ എങ്ങനെ മറികടക്കാം എന്ന ആലോചനയാണ് സംഘടന. അതിനുവേണ്ടി തന്നെ 2 കേന്ദ്രമന്ത്രിമാരുമായി നമ്മൾ ചർച്ച നടത്തി കഴിഞ്ഞു. ഒന്ന് ജോർജ്, ഇന്നലെ സുരേഷ് ഗോപിയുമായി നമ്മൾ നേരിട്ട് ചർച്ച നടത്തുകയുണ്ടായി. വരും ദിവസങ്ങളിൽ കേന്ദ്ര എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻജിയുമായി നേരിട്ടുള്ള ചർച്ചയ്ക്കുള്ള അവസരം ഒരുങ്ങുകയാണ്. നമ്മുടെ ആവശ്യം ഇത് മാത്രമാണ്. 27 അംഗ പ്രൊഫഷണൽ എഞ്ചിനീയേഴ്സ് കൗൺസിൽ ലെൻസ്ഫെഡിനെ ഉൾപ്പെടുത്തുക എന്നുള്ള ആവശ്യമാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആ
അത് നേടിയെടുക്കുവാനായി ഏതെങ്കിലും വഴി പോകുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. നമസ്കാരം. ഏകദേശം 1,200 പേരിൽ കൂടുതൽ ഇപ്പോൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷം സംസ്ഥാന സെക്രട്ടറി പ്രസിഡന്റ് കഴിഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെയാണ് കാസർഗോഡ് ജില്ലയുടെ പ്രവർത്തനം. ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറിയിലുള്ള അവർ കൃത്യമായിട്ട് റിപ്പോർട്ടുകൾ നൽകുക. പിന്നെ ശേഖരയുടെ സ്റ്റാറ്റൂട്ടിലൂടെ നമുക്ക് കൃത്യമായി സെക്രട്ടറി പങ്കെടുക്കുന്നു. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് ജില്ലയുടെ പ്രവർത്തനം എപ്പോഴും നമ്മൾ ഒരു അഭിമാനത്തോടുകൂടിയാണ് കാണുന്നത്. കാരണം കൃത്യമായിട്ടാണ് സംസ്ഥാന നേതൃത്വം നൽകുന്ന കാര്യങ്ങൾ കൃത്യമായ രീതിയിലാണ് നൽകുന്നത്. അതിനാദ്യം തന്നെ പറഞ്ഞത്. അതുകൂടാതെ തന്നെ നേരത്തെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ക്ഷേമനിധിയാണ് നമ്മൾ മെയിനായിട്ട് ഇതിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 23 വർഷക്കാലം നമ്മുടെ ഇടങ്ങളിൽ നമ്മൾ മരണപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അംഗവൈകല്യം സംഭവിക്കുകയും അപ്പോൾ നമ്മളെ യൂണിറ്റിന് ഏരിയയിലൊക്കെ പിരിവെടുത്താണ് കൊടുത്തിരുന്നത്. അതിൽ നിന്നൊക്കെ മാറി ഇന്ന് 14 ജില്ലകളിൽ നിന്നായി നമുക്ക് ഏകദേശം 350ഓളം ആൾക്കാരെ നമ്മുടെ ക്ഷേത്രത്തിൽ നമ്മൾ സഹായിക്കാൻ പറ്റിയിട്ടുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. നമ്മുടെ ക്ഷേമനിധിയെ സംബന്ധിച്ച നമുക്ക് 30ഓളം മീറ്റിങ്ങുകളാണ് ക്ഷേമനിധിക്ക് വേണ്ടി മാത്രം സംസ്ഥാന സമിതി മൂല്യം. എല്ലാ മാസവും 5-7 ഏരിയകളെയും യൂണിറ്റുകളെയും ഘടിപ്പിച്ചുകൊണ്ടുള്ള അവലോകന മീറ്റിങ്ങുകളും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കും. സമ്മേളനത്തിന്റെ വഹിച്ച നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ വിനോദ്കുമാർ സാർ, അതുപോലെ ഈ പരിപാടി അശോകൻ കലവോടൊപ്പിൽ അനുശോചന കുറിപ്പ് വായിച്ച പി രാജൻ, സ്വാഗത ഭാഷണം നടത്തിയ സജി മാത്യു സാർ, പ്രസിഡൻഷ്യൽ അഡ്രസ് നടത്തിയ ശ്രീ വിനോദ്കുമാർ സാർ, അതുപോലെ ഈ പരിപാടിക്ക് മുഖ്യാതിഥിയായി സംസാരിക്കാനെത്തിയ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ സംസ്ഥാന പ്രസിഡന്റ് CS വിനോദ്കുമാർ സാർ, അതുപോലെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് വന്ന ശ്രീമതി ബേബി ബാലകൃഷ്ണൻ, അതുപോലെ നമുക്ക് വേണ്ടി സംസാരിച്ച ആശംസകൾ അറിയിച്ച വിജയൻ സുധാകൃഷ്ണൻ, ഗിരീഷ് കുമാർ ടി, KP ഉണ്ണികൃഷ്ണൻ, സെബാസ്റ്റ്യൻ DJ, വിജയൻ M, പി രാജൻ, ജോയി ജോസഫ്, HD വിനോദ് കുമാർ, രമേശൻ കടവത്ത്, അശോകൻ കടവത്ത്, എല്ലാവരും പ്രത്യേക സ്പോൺസർമാർ, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഹൃദയം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ഏറ്റവും പ്രിയപ്പെട്ട മെമ്പർമാർ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിക്കാൻ സംഘടനയെ കൂടി. ദീപയിലിൽ പന്തലിക്കും മാൽമരമായി നാം ഉയരും, ഇരുളിന്റെ കൂടാരം നമ്മൾ തകർക്കും. മണിഗോപുര ശിഖരങ്ങൾ, മന്ത്രനിലാമാളികകൾ എല്ലാം നാം നേടിയെടുക്കും. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, പേരി പടകങ്ങളെങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമാം സ്നേഹം തുളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, പേരി പടകങ്ങളെങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമാം സ്നേഹം തുളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. സംഗീതം സാന്ദ്രമായി സായാഹ്നം സാക്ഷിയായി പിറന്ന മണ്ണിൽ നിന്നുയർന്നു ദീപയിൽ പന്തലിക്കും മാൽമരമായി നാം ഉയരും, ഇരുളിന്റെ കൂടാരം നമ്മൾ തകർക്കും. അഗ്നിനാളമലയടിക്കും വൻകടലായി നാം പടരും, പുതിയൊരു നീതിക്കായി നമ്മൾ പൊരുതും. മണിഗോപുര ശിഖരങ്ങൾ, മന്ത്രനിലാമാളികകൾ എല്ലാം നാം നേടിയെടുക്കും. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, പേരി പടകങ്ങളെങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമാം സ്നേഹം തുളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, പേരി പടകങ്ങളെങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമാം സ്നേഹം തുളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. സംഗീതം സാന്ദ്രമായി സായാഹ്നം സാക്ഷിയായി പിറന്ന മണ്ണിൽ നിന്നുയർന്നു പൊങ്ങ ദീപയിലിൽ പന്തലിക്കും മാൽമരമായി നാം ഉയരും, ഇരുളിന്റെ കൂടാരം നമ്മൾ തകർക്കും.
മണിഗോപുര ശിഖരങ്ങൾ മന്ത്രനിലാമാളികകൾ എല്ലാം നേടിയെടുക്കും. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, പേരി പടകങ്ങളെങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമാം സ്നേഹം തുളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, പേരി പടകങ്ങളെങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമാം സ്നേഹം തുളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. സംഗീതം സാന്ദ്രമായി സായാഹ്നം സാക്ഷിയായി പിറന്ന മണ്ണിൽ നിന്നുയർന്നീവയിൽ പന്തലിക്കും ആൽമരമായി നാം ഉയരും. ഇരുളിന്റെ കൂടാരം നമ്മൾ തകർക്കും. അഗ്നിനാളമലയടിക്കും വൻകടലായി നാം പടരും. പുതിയൊരു നീതിക്കായി നമ്മൾ പൊരുതും. മണിഗോപുര ശിഖരങ്ങൾ മന്ത്രനിലാമാളികകൾ എല്ലാം നാം നേടിയെടുക്കും. ഗർവം നിലക്കട്ടെ, പേരി പടകങ്ങളെങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമാം സ്നേഹം തുളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, പേരി പടകങ്ങളെങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമാം സ്നേഹം തുളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. സംഗീതം സാന്ദ്രമായി സായാഹ്നം സാക്ഷിയായി പിറന്ന മണ്ണിൽ നിന്നുയർന്നു പൊങ്ങ ഇന്ത്യയുടെ പുരുഷ പോരാളികളായ ക്രിക്കറ്റ് ടീമിലെ എരിവീറോടെ ദിശ മാറാതെ വഴി തേടുന്നേ മനസ്സിൽ മിന്നലാടും നെഞ്ചം താളമേകുന്നേ ലക്ഷ്യം നേടുവാനെന്നേറെ ദൂരം പോകണ്ടേ തുണയ്ക്കായി തോന്നരുന്നേ ഒന്നായി മുന്നിലേറുന്നേ കാറ്റിൻ വേഗമോടെ ദൂരെ പോകാം ചങ്ങാതി. കുറച്ചായല്ലോ കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പൊ SIR അല്ലേ നാട്ടിലെ വിശേഷം? എന്റെ മോന്റെ പേര് അവസാനം നടത്ത SIR ലിസ്റ്റിലില്ല. ഹേയ്, പ്രോബ്ലം ഒന്നും ഇല്ലടോ. എന്റെ മോനും അതിലില്ല. കാരണം അവസാനം SIR നടന്ന 2002 നമ്മുടെ കുട്ടികൾക്ക് 18 വയസ്സായിട്ടില്ലായിരുന്നല്ലോ. പക്ഷേ നമ്മുടെ പേര് അതിലുള്ളത് കൊണ്ട് BLO വീട്ടിൽ വരുമ്പോൾ ആ വിവരങ്ങൾ കൊടുത്താൽ മതി. അപ്പോൾ അച്ഛനമ്മമാരുടെ പേര് പഴയ SIR ലിസ്റ്റിലുണ്ടായാൽ
ഡോക്യുമെന്റ്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലേ? ഒന്നുമില്ല. ബന്ധുക്കളുടെയോ ബന്ധുക്കളുടെയോ വിവരങ്ങളായാലും മതി. ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിൽ മാത്രം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും രേഖകൾ കൊടുക്കേണ്ടി വരും. അതും ഇപ്പോഴല്ല, വെരിഫിക്കേഷന്റെ സമയത്ത്. അപ്പൊ ഇത് സിമ്പിൾ ആണല്ലേ? ഞാൻ വിചാരിച്ച് പണിയായിരിക്കുമെന്ന്. പിന്നെ പേടിക്കാനൊന്നുമില്ല. 2025 ഒക്ടോബർ 27 വരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ വോട്ടർമാർക്കും BLO വീട്ടിലെത്തി എന്യൂമറേഷൻ ഫോമുകൾ നൽകും. നന്നായി, ആ ടെൻഷൻ തീർന്നല്ലോ. മോനോട് പറയാം, അവനും സമാധാനമാവട്ടെ. കേരളത്തിൽ SIR പ്രക്രിയ ആരംഭിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. എന്താണ് SIR? ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനുള്ള ഒരു പ്രക്രിയയാണ് SIR. അതുകൊണ്ട് SIR നടപടിയുമായി എല്ലാവരും സഹകരിക്കണം. നവംബർ 4 മുതൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ നിങ്ങളുടെ വീടുകളിലെത്തും. അവർ നൽകുന്ന എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകണം. 2002 SIR രേഖകളിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ നൽകാം. 2002 SIR രേഖകളിൽ നിങ്ങളുടെ പേരില്ലെങ്കിൽ അതിൽ പേരുള്ള നിങ്ങളുടെ ബന്ധുക്കളുടെയോ വിവരങ്ങൾ നൽകാം. നിങ്ങൾ വീട്ടിലില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്കും നിങ്ങളുടെ വിവരങ്ങൾ പൂരിപ്പിച്ച് നൽകാൻ കഴിയും. ഓർക്കുക, SIR എന്നത് രാജ്യത്തെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിനും അതുവഴി ജനാധിപത്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള നടപടിയാണ്. അതെ, ഒരു പുതിയ തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഗൂഗിൾ പേ, ഫോൺ പേ, UPI അക്കൗണ്ടുകൾ വഴി നിങ്ങൾക്ക് പണം അയച്ചു തരികയും ശേഷം അത് തിരിച്ചയക്കാൻ ഒരു QR കോഡ് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. QR കോഡിൽ നമുക്കവർ അയച്ചു തന്ന തുകയേക്കാൾ വലിയ തുകയായിരിക്കാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ശ്രദ്ധിക്കാതെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് പണം അയക്കുകയാണെങ്കിൽ നമുക്ക് വലിയ തുക നഷ്ടമാകും. ഇത്തരത്തിൽ അപരിചിതർ പണം മാറി അയച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ ബന്ധപ്പെട്ടാൽ ഒരു കാരണവശാലും പണം അവർക്ക് തിരിച്ചയക്കാൻ ശ്രമിക്കരുത്. അവരോട് NPCI വഴി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ പറയുക. ഇനി നിങ്ങളാണ് ഇത്തരത്തിൽ പണം മാറി അയച്ചതെങ്കിൽ നിങ്ങൾക്കും NPCI വഴി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിനായി NPCI എന്ന വെബ്സൈറ്റിൽ കയറി കൺസ്യൂമർ എന്ന ഓപ്ഷനിലെ UPI കംപ്ലൈന്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം കംപ്ലൈന്റിലെ ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷനിൽ മുഴുവൻ വിവരങ്ങളും നൽകി സബ്മിറ്റ് ചെയ്യുക. തുടർന്ന് NPCI അതോറിറ്റി നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, the glow of purity. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്കോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്കോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200, 9497 500 600. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിലെ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷെ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ്
കംപ്ലീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ്. മുസ്കാനിൽ വരുന്നത് വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയതിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക, എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി, അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.